കോഴിക്കോടുകാരോട് റേച്ചലിനെ കുറിച്ച് ഇപ്പം അതിൻ്റെ ഒരു റിലീസിങ്ങിനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഈ ഒരു സമയത്തിൽ സന്തോഷം പോരട്ടെ. വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ വരുന്ന 12-ാം റിലീസിന് പടം തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരുപാട് സന്തോഷം. എല്ലാവരും പടം തിയേറ്ററിൽ കാണും. ഇത്രയും വലിയൊരു ക്രൗഡിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു വിശ്വാസമാണ് ഈ സിനിമ. അത്രമാത്രം ഈ സിനിമയുടെ പിന്നിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കുറഞ്ഞൊരു 10 പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ ആ സിനിമയുടെ വിജയം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത എൻട്രി ആർക്കായിരിക്കും? അടുത്ത തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു റോഷനെ വിളിക്കാം. റോഷൻ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ആ ദൃശ്യം 1-ൽ പോയി പിന്നെ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. റോഷൻ പക്ഷേ ഞാൻ മനസ്സിലാക്കിയോളം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫുൾ സജീവമാണ്. ബട്ട് ഇപ്പോ മലയാളികൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ റോഷൻ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന? റോഷനെ വിളിക്കാനാണെങ്കിൽ ഒറ്റ ഡയലോഗേ ഉള്ളൂ. മലയാള സിനിമയിൽ നമ്മൾ പല ഭംഗികൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ ഭംഗി കണ്ടിട്ടുള്ളത്. അപ്പം ഇന്നലെ നമുക്ക് മനസ്സിലായൊരു കാര്യം, ഈ സിനിമയിൽ റോഷനെ കുറച്ച് ഡള്ളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിലും ഒരു ഭംഗി കൊണ്ടുവരുമ്പം മലയാള സിനിമയിൽ തന്നെ നായകന്മാരിലേക്ക് കടന്നു വന്നുകൊണ്ട് മലയാള സിനിമയിലെ ഒരു നീലക്കണ്ണുള്ള നായകൻ എന്ന് വേണമെങ്കിൽ റോഷനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. സോ ഒത്തിരി സ്നേഹത്തോടു കൂടെ റേച്ചലിനെ, ഞങ്ങളുടെ സ്വന്തം റേച്ചലിന്റെ സ്വന്തം നിക്കോളാസിനെ നല്ലൊരു കൈയടി. സൗന്ദര്യം ഒക്കെ ഒപ്പിയെടുത്തിട്ടുള്ള സിനിമയാണ്. അതേപോലെ തന്നെ വേട്ടക്കാരുടെ ലൈഫ് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് കാണുമ്പോൾ തന്നെ ജാഫറൊക്കെ ചെയ്ത ഒരു കഥാപാത്രം, അതൊരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്. കരടി രാഘവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. അപ്പം അത് അദ്ദേഹം ഒക്കെ കാടിനുള്ളിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഇതിൽ നിന്നൊക്കെ ഈ ഒരു മനുഷ്യൻ സർവൈവ് ചെയ്ത് വന്നോ എന്നുള്ളത്. അങ്ങനെ തീർത്തും വ്യത്യസ്തമായ പുതുമകളുള്ള ഒരു സിനിമയാണ്. ഒരു പക്ക വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ഫുൾ ഓൺ എൻ്റർടൈനറാണ്. റിവെഞ്ചിനും എന്താ പറയുക ആക്ഷനും ഒക്കെ പ്രാധാന്യം നൽകിയ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു മൂവി തന്നെയായിരിക്കും കഴിച്ചത്. ആൻഡ് റോഷൻ്റെ കൂടെ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. നമ്മുടെ മഞ്ജു ചേച്ചിയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി നല്ല ആക്ടേഴ്സ് ഉണ്ട്. ജാഫറൊക്കെ ഉണ്ട്, ബാബുരാജ് ചേട്ടനുണ്ട്, രാധികയുണ്ട്, ജോജി ചേട്ടനുണ്ട്, പോൾ ചേച്ചിയുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല, അദ്ദേഹം പലരും പേരിട്ട് പോയിട്ടുണ്ടാകും. ഒത്തിരി നല്ല ആക്ടേഴ്സ് ഉണ്ട്. ചന്തു ഉണ്ട് ഈ മൂവിയിൽ. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. പടം ഡിസംബർ 12-ന് ഇറങ്ങാണ്. എല്ലാവരും പോയി കാണണം. നേരത്തെ ഷോർട്ട് ഫിലിമുകൾ സർക്കാരിന് വേണ്ടി നിരവധി ഷോർട്ട് ഫിലിമുകൾ സർക്കാരിൻ്റെ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എൻ്റെ മകൻ ഇവിടെ നിങ്ങളുടെ മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഇന്നലെ മുതൽ റോഷൻ്റെ എല്ലാ പ്രൊമോഷനും കൂടെ നടക്കുന്നതാണ്. ഇപ്പോൾ അതുപോലെ ഹണിയുടെ ഡാഡിയും നമ്മളൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അതും നമുക്കൊരു സന്തോഷമാണ്. ആ മക്കളോടൊപ്പം യാത്ര ചെയ്യുന്ന ആ പേരൻസിനെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. നല്ലൊരു കൈയടി നമുക്ക് നോക്കാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ദിവസമില്ല. ഡിസംബർ 12-ന് നമ്മുടെ Hailey Mal and Anyuddin Hamza, Junior Officer Marketing. Hailey Mal ഈ രണ്ടുപേരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വരൂ. നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. റേച്ചലിൻ്റെ ഈ ഒരു മൂവി പ്രൊമോഷനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഹണി റോസിന് ഓൺ ബിഹാഫ് ഓഫ് ഹൈലൈറ്റ് മാൾ, ഹൈലൈറ്റ് മാളിൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ് നൽകാനായി നീതു രാജൻ, മാർക്കറ്റിംഗ് ഓഫീസർ, ഹൈലൈറ്റ് മാൾ ഇൻവൈറ്റ് ചെയ്യാണ്. സോ നല്ലൊരു കൈയടി. ആൻഡ് ഐനുദ്ദീൻ ഹംസ, ഹൈലൈറ്റ് മാളിൻ്റെ മൊമെന്റോ റോഷന് നൽകുകയാണ്. Thank you. And moving on to cake cutting. Rachel. ഓക്കെ അല്ലേ? നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ഹണി, റേച്ചലിന്റെ ഒരു മധുരമാണ് ഇവിടെ ഹണി റോസും
റേച്ചൽ ആൻഡ് നിക്കോളാസ് ചേർന്ന് ഒപ്പം ഒരു കത്തി മതി, രണ്ടുപേരും ഒറ്റ കത്തി മതി. ഇറച്ചി വെട്ടാനല്ല പറഞ്ഞ, കേക്ക് കെട്ടിയാനാ പറഞ്ഞത്. കൈയടികൾ പോരട്ടെ for റേച്ചൽ ടീം. തിയേറ്ററിൽ ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൈലൈറ്റ് മാളിന്റെ ഈ വേദിയിൽ വെച്ച് ആസ് ഓൾവേസ് ഒരുപാട് സന്തോഷത്തോടു കൂടി പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി റേച്ചൽ എത്തുകയാണ്. അപ്പം ഈ ഒരു സ്നേഹം, ഈ ഒരു സന്തോഷം, ഈ ഒരു മധുരം നിങ്ങളും ഏറ്റെടുക്കണം, സ്വീകരിക്കണം. നമ്മളുടെ റേച്ചലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. തീർച്ചയായിട്ടും ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി നിങ്ങൾ എല്ലാവരും തൊട്ടടുത്തുള്ള നിങ്ങളുടെ തിയേറ്ററിൽ പോയി